Hi friends, welcome to Garam Masala, the magic spices of cooking. തലശ്ശേരി ചെമ്മീൻ ബിരിയാണി. ഇന്ന് നമുക്ക് ചെമ്മീൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെമ്മീനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1/2 കിലോ ചെമ്മീൻ എടുക്കാം. ഈ ചെമ്മീനിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ഗരം മസാല, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് 50 ml എണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കാഷ്യൂ നട്ട്സ് ഫ്രൈ ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് 1/4 കപ്പ് റൈസൻസ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ സവാളയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള ഓയിലിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർക്കാം. നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെ 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ കുക്കായിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. സെയിം പാനിൽ തന്നെ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി, 4 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായി വഴറ്റാം. നമ്മുടെ സവാള സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് വീതം മല്ലിയില, പുതിന ഇല ഇവ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കാം. കാൽ കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. 1/4 കപ്പ് നെയ്യ് ചൂടാക്കിയെടുക്കണം. ഇതിലോട്ട് നമുക്ക് 6 ഏലക്ക, 6 ഗ്രാമ്പു, 2 ബേ ലീവ്സ്, 2 ഇഞ്ച് നീളമുള്ള ഒരു പട്ട, 1 ടീസ്പൂൺ സഹജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിലോട്ട് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് സവാള ചേർക്കാം. ഇതിനെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ള 2 കപ്പ് ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് കുതിർത്തി വെച്ചതാണിത്. നമുക്കിതിനെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ റൈസ് വിട്ടുവിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ റൈസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 3 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം.
ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ റൈസിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. റൈസ് 80% കുക്കായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിനെ അടച്ചു വെക്കാം. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രോൺ മസാലയെ ഒരു വലിയ പാനിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസിന്റെ 1/3 പോർഷൻ സ്പ്രെഡ് ചെയ്യാം. നമുക്കിതിനൊന്ന് ലെവൽ ചെയ്യാം. ഇനി ഇതിന്റെ മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, കാഷ്യൂ നട്ട്സ്, റൈസൻസ് ഇവ സ്പ്രിങ്കിൾ ചെയ്യണം. അടുത്തതായി നമുക്ക് 1-2 പിഞ്ച് സാഫ്രോൺ 2 ടേബിൾ സ്പൂണിൽ പാലിൽ കുതിർത്തിയെടുക്കണം. ഇതിൽ നിന്നും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയില, പുതിന ഇല ഇവ ചേർക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. ബാക്കിയുള്ള റൈസിന്റെ പകുതി ഭാഗം നമുക്ക് ഇതിന്റെ മുകളിലായി സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് ഗാർണിഷിംഗ് ഐറ്റംസ് സ്പ്രിങ്കിൾ ചെയ്യാം. ബാക്കിയുള്ള റൈസ് കൂടെ നമുക്ക് ഇതിന്റെ മുകളിലായി വെക്കാം. ഇതിന്റെ മുകളിലായി നമുക്ക് മല്ലിയില, പുതിന ഇല, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ്, റൈസൻസ്, ഒനിയൻ, സാഫ്രോൺ മിൽക്ക്, 1-2 ടേബിൾ സ്പൂൺ നെയ്യ്, 1-2 പിഞ്ച് ഗരം മസാല ഇവ കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ അടച്ചു വെക്കാം. ഇനി നമുക്കിതിനെ വെരി ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെക്കാം. മിനിറ്റിന് ശേഷം നമുക്കിതിനെ തുറന്നു നോക്കാം. നമുക്ക് ഈ റൈസിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ റൈസിനെ വേറൊരു പാനിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ യമ്മി ആൻഡ് ടേസ്റ്റി തലശ്ശേരി പ്രോൺസ് ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ്, റൈസൻസ്, ഒനിയൻ ഇവ വെച്ച് ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം റൈത്ത, ഡേറ്റ്സ് പിക്കിൾ, കോക്കനട്ട് ചമ്മന്തി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.